2 പതിറ്റാണ്ടുകളായിട്ടുള്ള വൈപ്പിങ്കരക്കാരുടെ സ്വപ്നമാണ് പൂവണിയുന്നത്. അതിൻ്റെ ആ സന്തോഷം പങ്കിടാനാണ് ഞങ്ങളും ഇതിൻ്റെ അകത്ത് പങ്കാളികളാകുന്നത്. കാരണം യാത്രാക്ലേശം അത്രയേറെ അനുഭവിക്കുന്ന ഒരു ഐലൻഡാണ് വൈപ്പിൻ ഐലൻഡ്. എല്ലാവരും നഗരമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ നഗരത്തിൽ ഹൈക്കോടതി വരെ മാത്രം വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വണ്ടി ഇല്ല എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇവിടുത്തെ തൊഴിലാളി വർഗത്തെയും ജോലി ചെയ്യുന്നവരൊക്കെ ബാധിക്കുന്ന വിഷയമായിരുന്നു. സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ ഫ്രാഗിൻ്റെ നേതൃത്വത്തിൽ വർഷങ്ങളായിട്ട് ഒരു ജനകീയ സമരം അതിൻ്റെ നേതാക്കളായ അനിൽ പ്ലാവിൻസും സാബും ഒക്കെ അടങ്ങുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കൾ അതിന് മുന്നിട്ടിറങ്ങി അത് വളരെ വിജയം കണ്ടതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ പങ്കുചേരാനാണ് ഞങ്ങളും എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൂടാണ് പിന്നെ ആരും പറഞ്ഞ് യൂസ് ചെയ്യുന്നില്ലെന്ന് ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി ഞാൻ കോളേജ് പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ബസ് ഉപയോഗിച്ചിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതന്നെ ഈ ബുദ്ധിമുട്ട് പേഴ്സണലി അനുഭവിച്ച ഒരാൾ തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി വേറൊരു ബസ് എടുക്കുക എന്ന് പറയുന്നത്. അപ്പം അന്ന് സമരത്തിന് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് വന്നത്, അതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത്. സോ അത് പരിഹരിച്ചു, അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇനിയും ബസ്സുകൾ വരണം എന്നാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയോട്, മുഖ്യമന്ത്രിയോട്, MLA ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച ഫ്രാഗ് ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ കുറേ സ്ത്രീകൾ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. യെസ്, തീർച്ചയായിട്ടും ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. അയ്യോ, അത് ഒരുപാട് പ്രാവശ്യം സ്കൂളിലും കോളേജിലും പോയി. ഞാൻ സെയിൻറ്റ് ട്രീസസിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഹൈക്കോർട്ട് ഇറങ്ങി പിന്നെ ഒരു ബസ് എടുത്തിട്ടാണ് കോളേജിൽ പോകുന്നത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു സ്റ്റുഡൻറ്റിന് അതിന് മുകളിലായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന, അതായത് വർക്കിംഗ് ഇതിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതെല്ലാവരുടെയും ഒരു വിജയമാണ്. സോ അതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരുപാട് കാലമായിട്ട് നടക്കാനിരുന്നു. അതെ അതെ അതെ, വളരെ സന്തോഷം. ഇതിങ്ങനെയൊക്കെ ആകുമെന്ന് നമുക്ക് പണ്ട് തുടങ്ങുമ്പോൾ അറിയാം. കാരണം നമ്മൾ സമരം കൊണ്ട് എല്ലാം നേടിയെടുത്തിട്ടുള്ള ആളുകളാണ് വൈപ്പിങ്കരക്കാർ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഉറപ്പായിരുന്നു കിട്ടുമെന്ന്. അപ്പോൾ അതിൽ സമരത്തിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചാലും പിന്നെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഫ്രാഗ് എന്ന പരിപാടി അവരാണ് ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കണം. മറ്റുള്ളവർ ബുദ്ധിമുട്ടിയിട്ടൊന്നല്ല, എല്ലാവരും ഒരേപോലെ തന്നെ ഇതിന് മുൻതൂക്കം കൊടുത്ത് അതിൻ്റെ പിന്നാലെ നടന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ ഒരു വിജയം ഉണ്ടായത്. അതിൽ വളരെ സന്തോഷം. ഇപ്പോൾ ഇനിയുള്ള മന്ത്രി പറഞ്ഞതുപോലെ ഇനി അടുത്തത് കാർ ഉപേക്ഷിച്ച് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. KSRTCയിലേക്ക് ഞങ്ങളും. വളരെ സന്തോഷമുള്ളൊരു ദിവസം. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം വളരെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ ഫ്ലാറ്റുകളിൽ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾ, അവർ വീണ്ടും നമ്മുടെ ഹൈക്കോടതിയിൽ ഇറങ്ങിയിട്ട് മറ്റൊരു ബസ് പിടിക്കാൻ, അങ്ങനെ 2 ട്രിപ്പ് വന്നു കഴിഞ്ഞിട്ടൊരു മാസത്തിലെ അവർക്ക് കിട്ടുന്ന ഈ വേതനത്തിൽ നിന്നാണ് പോകും. അതുപോലെ നിർമ്മാണ തൊഴിലാളികൾ, കുറേ ആളുകൾക്ക് ബൈക്കും മറ്റ് വാഹനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇത് വർഷങ്ങളായിട്ട് ഇതിൽ ആദ്യം ഫ്രാഗ് എന്ന് പറയുന്ന സംഘടനയാണ് ഇത് ആദ്യമായിട്ടൊരു 300 സ്ത്രീകളെ രാത്രി ഹൈക്കോടതി മുതൽ ഇങ്ങോട്ട് നടത്തി ഒരു സമരം ചെയ്തു. പിന്നെ ഒരുപാട് വ്യക്തികൾ ആശ്രയിച്ചിട്ടുണ്ട്. എല്ലാവരെയും പരിശ്രമം വിജയിച്ചു. ഇന്ന് ഏതായാലും ഈ സൗകര്യങ്ങൾ ജനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് നമുക്ക് പറയാൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.